കേരളത്തിലെ ഏറ്റവും വലിയ തീവ്രവാദ പ്രസ്ഥാനം ബിജെപി ആണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. ഫാസിസത്തിലേക്ക് പോകാൻ ശേഷിയുണ്ടെന്നതാണ് ബിജെപിയെയും ആർഎസ്എസിനെയും ഒന്നാം സ്ഥാനത്ത് നിർത്താൻ കാരണം. കോടിയേരി ബാലകൃഷ്ണൻ സിപിഐഎം കോട്ടയം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എസ്ഡിപിഐയും ജമാഅത്തെ ഇസ്ലാമിയും അടക്കമുള്ള ന്യൂനപക്ഷ വർഗീയതയും മതരാഷ്ട്രം സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. ഇവരോടൊപ്പം ചേർന്നാൽ മുസ്ലിം ലീഗിന് അതിന്റെ പ്രത്യാഘാതമുണ്ടാകും. ഇവരുമായി ചേർന്ന് പോകുന്ന ഏറ്റവും വലിയ ഗുണഭോക്താവ് കോൺഗ്രസ് ആണ്. കോൺഗ്രസിനും അതിന്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരും. എല്ലാ ജാതി മത വർഗീയ സ്വത്ത് രാഷ്ട്രീയക്കാരും ചേർന്ന വർഗീയ പിന്തിരിപ്പൻ സഖ്യത്തിന്റെ ഒന്നാം നമ്പർ ശത്രു സിപിഐഎം ആണ്. ഞങ്ങൾക്ക് അതിൽ അഭിമാനമുണ്ട്. ലോകോത്തരമായ നവകേരളം സൃഷ്ടിക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. 2026 വരാൻ പോകുന്ന രാഷ്ട്രീയ പോരാട്ടത്തിൽ മുമ്പത്തേക്കാൾ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുമെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. അനാചാരങ്ങൾക്കെതിരെ പൊരുതിയ മഹത്തായ പാരമ്പര്യത്തിൽ നിന്നാണ് മന്നത്ത് പത്മനാഭന്റെ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നായകനുണ്ടായതെന്ന് എം.വി. ഗോവിന്ദൻ പറയുന്നു. ആചാരങ്ങളൊന്നും മാറ്റാൻ പാടില്ലെന്നതാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറയുന്നത്. ആചാരങ്ങൾ മാറ്റിയില്ലെങ്കിൽ മന്നത്ത് പത്മനാഭൻ ഇല്ല. മഹത്തായ ആശയങ്ങൾ ഉൾക്കൊണ്ട് നവോത്ഥാന മൂല്യങ്ങൾ ഉൾപ്പെടുത്തി അധസ്ഥിതരായ ആളുകൾക്കൊപ്പം നിന്ന് സവർണ വിഭാഗത്തിന്റെ ജാഥ നയിച്ച് അനാചാരങ്ങൾക്കെതിരായി പൊരുതിയ മഹത്തായ പാരമ്പര്യത്തിൽ നിന്നാണ് മന്നത്ത് പത്മനാഭൻ എന്ന നവോത്ഥാന നായകനുണ്ടായത്. മനുസ്മൃതി അധിഷ്ഠിതമായ ചാതുർവർണ്ണ്യ വ്യവസ്ഥയാണ് സനാതനധർമ്മം. അതിനെ വെള്ളപൂശാനാണ് വി.ഡി. സതീശൻ ശ്രമിക്കുന്നത്. അടിമതുല്യമായി ജീവിച്ച മനുഷ്യന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തിയ ഏതെങ്കിലും സനാതനധർമ്മത്തിന്റെ ഭാഗമായി ഇല്ലെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു.